ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കുരിശാണ് രക്ഷ, കുരിശിലാണ് രക്ഷ, കുരിശെ നമിച്ചിടുന്നു. ഇന്ന് വിശുദ്ധ കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാളാണ്. ഭൂമിയിൽ ഏറ്റവും അധികം സ്നേഹിക്കപ്പെടുന്നതും ആരാധിക്കപ്പെടുന്നതും രചിക്കപ്പെട്ടതും വരയ്ക്കപ്പെട്ടതും വിൽക്കപ്പെട്ടതുമായ ഏക രൂപമാണ് കുരിശ്. നാളിതുവരെ അവഹേളനത്തിൻ്റെയും നിന്ദനത്തിൻ്റെയും പരിഹാസത്തിൻ്റെയും ശിക്ഷയുടെയും ഒക്കെ അടയാളമായിരുന്ന കുരിശ് ക്രിസ്തുനാഥൻ്റെ മരണത്തിലൂടെ രക്ഷയുടെയും സ്നേഹത്തിൻ്റെയും അടയാളമായി മാറി. നമ്മളൊക്കെ ചിലരെ നോക്കി പറയാറുണ്ട്, അതൊരു കുരിശാണ്. ആ കുരിശാണ് എന്ന് കേൾക്കുമ്പോൾ നമ്മളൊക്കെ ശരിക്കും അഭിമാനിക്കുകയാണ് വേണ്ടത്. ഞാനൊരു കുരിശാണ്. എപ്പോഴാണ് കുരിശിൻ്റെ മഹത്വം ഉണ്ടാകുക? ആ കുരിശിൽ യേശു ഉണ്ടോ എന്നതാണ് ചോദ്യം. അല്ലാത്ത കുരിശുകളൊക്കെ ഇന്നും അത് അനേകായിരങ്ങൾക്ക് നാണക്കേടിൻ്റെയും അവഹേളനത്തിൻ്റെയും ചിഹ്നം തന്നെയാണ്. അതുകൊണ്ടാണ് യേശുവിൻ്റെ കുരിശിൻ്റെ അരികിൽ 2 പേരുണ്ടായിരുന്നു പ്രധാനപ്പെട്ടത്. അത് 2 കള്ളന്മാരാണ്. ആ 2 കള്ളന്മാരെയും ഒരാളെ വിശേഷിപ്പിക്കുന്നത് നശിച്ചുപോയ കുരിശിനെ സ്നേഹിക്കാത്ത കള്ളൻ, അപരനെ വിശേഷിപ്പിച്ചത് നല്ല കള്ളൻ. കള്ളൻ ഒരിക്കലും നല്ല കള്ളനാകില്ലല്ലോ. കള്ളൻ അതിനാൽ തന്നെ കള്ളനാണ്. എപ്പോഴാണ് ആ കള്ളൻ നല്ല കള്ളനായത്? എപ്പോൾ ഈ കുരിശിനെ സ്നേഹിക്കാൻ ഈ കള്ളൻ പഠിച്ചുവോ? കുരിശിൽ പിടയുന്ന യേശുവിനെ അവൻ്റെ കുരിശോട് ചേർത്ത് വെക്കാൻ ആ കള്ളൻ സ്നേഹിക്കാൻ ആരംഭിച്ചുവോ? അപ്പോഴാണ് അവൻ നല്ല കള്ളനായി മാറിയത്. പ്രിയപ്പെട്ടവരെ, ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഇത് കഴുത്തിൽ അണിയാനും കൈകളിലൊക്കെ വരച്ചു വെക്കാനും ചിത്രങ്ങളിൽ വരയ്ക്കാനും വീടിൻ്റെ ഭിത്തിയിൽ തൂക്കാനും വീടിൻ്റെ കട്ടിലവാതിൽക്കൽ കുരിശ് വരയ്ക്കാനൊക്കെ എളുപ്പമാണ്. പക്ഷേ ആ കുരിശ് പഠിപ്പിക്കുന്ന 2-3 പാഠങ്ങളുണ്ട്. ആ പാഠം കുരിശായി ജീവിക്കാനുള്ള ബോധ്യങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. ഒന്നാമതായി ഇത് പഠിപ്പിച്ച പാഠം എങ്ങനെ അപരൻ ചവിട്ടിത്താഴ്ത്തുമ്പോഴും അപരൻ നിന്ദിക്കുമ്പോഴും അപരൻ പരിഹസിക്കുമ്പോഴും അപരൻ കൊല്ലാനായി വിട്ടുകൊടുക്കുമ്പോഴും എങ്ങനെ ഞാൻ എൻ്റെ സഹനത്തെ സ്നേഹിക്കണമെന്ന പാഠമാണ്. ഈ പാഠം ഈ കാലഘട്ടത്തിൽ വളരെയേറെ പ്രസക്തിയോടെ നമ്മൾ ധ്യാനിക്കേണ്ടതും പ്രാർത്ഥിക്കേണ്ടതുമാണ്. നമ്മളെല്ലാം നേടാൻ വേണ്ടി ഓടുകയാണ്. ആർക്കും സഹിക്കാനും സ്നേഹിക്കാനും മനസ്സില്ലാത്തൊരു കാലഘട്ടം. സഹനത്തെ നമ്മൾ അത്രമേൽ വെറുക്കുന്ന ഒരു കാലഘട്ടം. എന്നാൽ യേശു പഠിപ്പിച്ച കുരിശിൻ്റെ പാഠം അതല്ല. അവഹേളിക്കപ്പെട്ട, നിന്ദിക്കപ്പെട്ട, പരിഹസിക്കപ്പെട്ട ഒരു ജീവിതത്തെ, ഒരു കുരിശിനെ യേശു എങ്ങനെ മഹത്തരമാക്കി എന്നതാണ് ഈ കുരിശ് പഠിപ്പിക്കുന്ന ഒന്നാമത്തെ പാഠം. കഴുത്തിൽ അണിയുമ്പോഴും വരയ്ക്കപ്പെടുമ്പോഴും തൂക്കപ്പെടുമ്പോഴും ഒക്കെ നമ്മൾ ധ്യാനിക്കേണ്ടത് ഇതാണ്: ദൈവമേ, ഒരു കുരിശിനെ എങ്ങനെ സ്നേഹിക്കാൻ കഴിയും? എൻ്റെ ജീവിതത്തിലെ കുരിശുകളെ, എൻ്റെ ജീവിതത്തിലെ സഹനങ്ങളെ എങ്ങനെ എനിക്ക് മാറോട് ചേർത്ത് വെച്ച് രക്ഷാകരമാക്കി തീർക്കാൻ പറ്റും? ഇതാണ് ഒന്നാമത്തെ പാഠം. ഈ പാഠം നമ്മൾ പറഞ്ഞു കൊടുത്തേ മതിയാവുള്ളൂ. യേശു തമ്പുരാൻ അൾത്താരയിൽ അപ്പമായി തീർന്നത് സ്വർഗത്തിൽ നിന്ന് പൊട്ടിമുളച്ച് ഒരു അപ്പമായി മാറുകയല്ല, മറിച്ച് കാൽവരി യാത്രയുടെ കുരിശ് യാതനകൾ അവൻ്റെ ചങ്കിലുണ്ട്. 14 സ്ഥലങ്ങൾ ഭൂമിയെ ഓർമ്മപ്പെടുത്തുന്നത് ഒരു മകൻ കുരിശിലൂടെ യാത്ര ചെയ്യേണ്ട സഹനങ്ങളുടെ വഴികളെക്കുറിച്ചാണ്. ഒരിക്കലും ഒരു മനുഷ്യന് അപരന് വെറുതെ ഒരു അപ്പമായി തീരാൻ പറ്റില്ല. ഒരിക്കലും ഒരു മനുഷ്യന് കൂടെയുള്ളവർക്കൊരു അനുഗ്രഹമായി തീരാൻ പറ്റില്ല. ഒരിക്കലും ഒരു മനുഷ്യന് ദൈവത്തിൻ്റെ കൃപയായി മാറാൻ പറ്റില്ല. അവൻ കടന്നു പോകേണ്ട 14 ഇടങ്ങളെയാണ് യേശുനാഥൻ തൻ്റെ കുരിശിൻ്റെ വഴിയിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയെങ്കിൽ ഈ ഒന്നാമത്തെ പാഠം എങ്ങനെ ഒരു സഹനത്തെ സ്നേഹിക്കണമെന്ന പാഠമാണ്. കുരിശ് ധരിക്കാനും വരയ്ക്കാനും എളുപ്പമാണെങ്കിൽ കുരിശായി മാറുക അതത്ര എളുപ്പമുള്ള കാര്യമല്ല. രണ്ടാമത്തെ പാഠം എങ്ങനെ ക്ഷമിക്കാൻ കഴിയുമെന്ന് കുരിശ് നമ്മളെ പഠിപ്പിക്കുക. ചങ്കുപൊട്ടുമാറ് ആകാശത്തിനും ഭൂമിക്കും മധ്യേ പെടഞ്ഞു മരിക്കുന്ന തമ്പുരാൻ തൻ്റെ പ്രിയപ്പെട്ട ഘാതകരെ നോക്കി സ്വർഗത്തോട് പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയുണ്ട്: അപ്പാ, ഇവർ ചെയ്യുന്നതെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് പൊറുക്കണം. നാണക്കേടിൻ്റെയും നിന്ദനത്തിൻ്റെയും അവഹേളനത്തിൻ്റെയും അടയാളമായി കുരിശിൽ കിടന്നുകൊണ്ട്
കാൽവരി നമ്മളെ പഠിപ്പിച്ച മനോഹരമായ പ്രാർത്ഥന ഇതാണ്. കുരിശ് നമ്മളെ പഠിപ്പിക്കുന്ന മനോഹരമായ പ്രാർത്ഥന ഇതാണ്. കുരിശ് നമ്മളെ പഠിപ്പിക്കുന്ന മനോഹരമായ ജീവിതം ഇതാണ്. ക്ഷമിക്കാനുള്ള മനസ്സിൻ്റെ വലിപ്പം. അതത്ര എളുപ്പമല്ല. എനിക്ക് നിങ്ങൾക്കും അത്ര എളുപ്പത്തിൽ സാധ്യമാകുന്നൊന്നല്ല. നമ്മൾ മനുഷ്യരാണ്. പെട്ടെന്ന് നമ്മുടെ നിലകൾ തെറ്റിപ്പോകാറുണ്ട്. അതിനപ്പുറത്തേക്ക് ക്ഷമ ചോദിക്കാനും സ്നേഹിക്കാനും ഈ കുരിശ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. മൂന്നാമത്തെ പാഠം ഇതാണ്: എങ്ങനെ ജീവിതത്തെ ഉദ്ധാനമാക്കി തീർക്കാൻ പറ്റും. നോക്കിയേ, താഴെ നിന്നവരെല്ലാം നാണം കെട്ട് തിരിഞ്ഞു പോയില്ലേ? കുരിശിൽ മരിച്ച യേശു അത് മരണമല്ല, ഉദ്ധാനമാണെന്ന് മൂന്നാം നാൾ നമുക്ക് കാണിച്ചു തന്നില്ലേ? പ്രിയപ്പെട്ടവരെ, ഉദ്ധാനത്തിലേക്കാണ് കുരിശ് നമ്മളെ നയിക്കുക. നമ്മൾ കുരിശിനെ മാറ്റി നിർത്തുമ്പോൾ നമ്മൾ മാറ്റി നിർത്തുന്നത് ഉദ്ധാനത്തെയാണ്. കുരിശിനെ മാറ്റി നിർത്തുന്ന ഒരു മനുഷ്യൻ മാറ്റി നിർത്തുന്നത് രക്ഷയാണ്. കുരിശിനെ മാറ്റി നിർത്തുന്ന ഒരു മനുഷ്യൻ മാറ്റി നിർത്തുന്നത് സ്വർഗരാജ്യത്തെയാണ്. അതുകൊണ്ട് കുരിശുകൾ ഉണ്ടാകുമ്പോൾ നമ്മൾ സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല. അതിനെ രക്ഷാകരമാക്കി ഉദ്ധാനമാക്കി മാറ്റാൻ കഴിയണം. ഒടുവിലായി കുരിശ് പഠിപ്പിക്കുന്ന പാഠം എങ്ങനെ സ്നേഹിക്കാമെന്ന്. ഈ ഭൂമിയിൽ ഇത്രമാത്രം സ്നേഹത്തിൻ്റെ ഒറ്റ അടയാളമേ ഉള്ളൂ കുരിശ്. കാരണം അതിന് അതിർവരമ്പുകളില്ല. മുകളിലോട്ടും താഴോട്ടും ഇടത്തോട്ടും വലത്തോട്ടും അതിരുകളില്ലാത്തതാണ് കുരിശ്. അതെത്രമാത്രം നീളാൻ പറ്റുമോ അത് അതിൻ്റെ അങ്ങേ അറ്റം വരെ അത് നീൾത്താം. അതിന് യോജനകളില്ല, ഒരുമിപ്പിക്കാനുള്ള ഇടങ്ങളില്ല. നോക്കിയേ, അതിങ്ങനെ വിസ്താരമായി വർണ്ണിക്കാൻ കഴിയാത്ത രീതിയിൽ അതിങ്ങനെ നീണ്ടുപോയിക്കൊണ്ടിരിക്കുക. യേശുവിൻ്റെ കുരിശ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയാണ്. എങ്ങനെ സ്നേഹിക്കണം? ഇങ്ങനെ സ്നേഹിക്കണം. എങ്ങനെ സ്നേഹിക്കണം? മുഴുവനായി സമർപ്പിച്ചുകൊണ്ട് സ്നേഹിക്കണം. എങ്ങനെ സ്നേഹിക്കണം? ലോകാവസാനത്തോളം സ്നേഹിക്കണം. എങ്ങനെ സ്നേഹിക്കണം? അന്ത്യം വരെയും സ്നേഹിക്കണം. പ്രിയപ്പെട്ടവരെ, സ്നേഹമാണ് കുരിശ്. എങ്ങനെ സ്നേഹിക്കണം? അതിരുകളില്ലാത്ത, ചിന്തകളില്ലാത്ത അഗാധമായ സ്നേഹത്തിലേക്ക് ഈ കുരിശ് നമ്മളെ മാടി വിളിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ കുരിശിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ വെറുതെ കുരിശ് വരച്ച് അവശേഷിപ്പിക്കാതെ, അവസാനിക്കാതെ ജീവിതം കുരിശായി മാറട്ടെ. സ്നേഹത്തിൻ്റെയും രക്ഷയുടെയും സൗഭാഗ്യത്തിൻ്റെയും ക്ഷമയുടെയും കരുതലിൻ്റെയും വിട്ടുകൊടുക്കലിൻ്റെയും എല്ലാം അടയാളമായ ഈ കുരിശായി ജീവിതത്തെ മാറ്റട്ടെ. പഴയ നിയമത്തിൽ ഒരു പിച്ചള സർപ്പത്തെ ഉയർത്തുന്ന സംഭവമുണ്ട്. ജനം മുഴുവൻ ദൈവത്തെ അധിക്ഷേപിച്ച് ജീവിച്ചപ്പോൾ രക്ഷയ്ക്കായി മോശയോട് പറയുന്നുണ്ട്, നീ പിച്ചള സർപ്പത്തെ ഉയർത്തണം. ആ പിച്ചള സർപ്പത്തെ നോക്കുന്നവരെല്ലാം രക്ഷ പ്രാപിക്കും. അന്ന് വരെ സർപ്പം ഒരു പാപത്തിൻ്റെ കാരണമായിരുന്നു, തിന്മയുടെ അടയാളമായിരുന്നു. എന്നാൽ എപ്പോൾ ദൈവം അതിനെ ഉയർത്തിയോ അപ്പോൾ അത് രക്ഷയുടെ അടയാളമായി മാറി. പുതിയ നിയമത്തിലെ കുരിശ് നാളതുവരെ തിന്മയുടെ അടയാളമായിരുന്നു, പാപത്തിൻ്റെയും ശിക്ഷയുടെയും അടയാളമായിരുന്നു. എന്നാൽ എപ്പോൾ ദൈവം അതിൽ മരിച്ചോ അപ്പോൾ അത് രക്ഷയുടെ അടയാളമായി. ഞാനും നിങ്ങളുമൊക്കെ പലപ്പോഴും നമുക്ക് ചുറ്റുമുള്ളവർക്ക് സങ്കടത്തിൻ്റെ അടയാളമാകാറുണ്ട്. നമ്മൾ പലപ്പോഴും വിധിക്കപ്പെട്ടവരായി മാറാറുണ്ട്, അവഹേളിക്കപ്പെട്ടവരായി മാറാറുണ്ട്, നിന്ദിക്കപ്പെട്ടവരും പരിഹസിക്കപ്പെട്ടവരുമായി മാറാറുണ്ട്. എന്നാൽ ദൈവം എപ്പോൾ എന്നെ ഉയർത്തുന്നുവോ അപ്പോൾ ഞാനും അനുഗ്രഹിക്കപ്പെട്ട മനുഷ്യരായി മാറും. നമുക്ക് ധ്യാനിക്കാം, പ്രാർത്ഥിക്കാം. ദൈവമേ, വെറുതെ വഹിക്കുന്ന കുരിശല്ലാതെ ക്രിസ്തുവിനെ വഹിക്കുന്ന യഥാർത്ഥ കുരിശുകളായി ജീവിക്കുവാൻ എനിക്ക് കൃപയേകണമേ. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.